മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. തെരഞ്ഞെടുപ്പിന് മുൻപ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന ഹർജിയാണ് തള്ളിയത്. വിവരങ്ങൾ എബി ജോൺ തോമസ് തന്നെ നൽകും. എബി, ഏറെ ചർച്ചയായ ഒരു കേസാണ്. ഇപ്പോൾ ഹൈക്കോടതി ഈ അപ്പീൽ തള്ളിയ പശ്ചാത്തലം എന്താണ്? ലിബീഷ്, ഈ മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട ഇ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിനായി നിരവധി തവണ ഐസക്കിന് നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തുടർച്ചയായിട്ടുള്ള നോട്ടീസുകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച ഐസക്ക് ഇഡിക്കെതിരെയുള്ള നിലപാടുകൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും അത് ഉടനെ സിംഗിൾ ബെഞ്ച് ഈ ഒരു ആവശ്യം തള്ളുന്ന സാഹചര്യമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഐസക്കിന് ശല്യം ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇഡിക്ക് ഹൈക്കോടതി ഒരു മറുപടി നൽകിയത്. അതിനുശേഷം ഇഡി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പരിഗണിച്ചെങ്കിലും അതിൽ ഇടപെടാനില്ല എന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ആ സമയത്തെ തീരുമാനം. അതിനുശേഷം ഇന്നിപ്പോൾ ആ ഹർജി വീണ്ടും പരിഗണിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഹൈക്കോടതി വ്യക്തമാക്കുന്നത് എന്തായാലും ആ സാഹചര്യം എന്തായാലും കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഇഡിയുടെ ആവശ്യം. എന്തായാലും ആ സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേസ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് ഇരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് ആ നിലയ്ക്ക് തന്നെ പരിഗണിച്ചാൽ മതിയാകും. സിംഗിൾ ബെഞ്ചിൽ തന്നെ ഇതിലൊരു തീരുമാനമായാൽ മതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നൽകിയിരിക്കുന്ന ഹർജി അത് ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്.